ഹലോ വെൽക്കം ബാക്ക് ടു സെറാസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗോവയിലെ അഗോഡ ഫോർട്ടിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ചതും ഏറ്റവും പഴക്കമേറിയമായ ഒരു കോട്ടയാണിത്. ഡച്ചുകാരിൽ നിന്നും മറാഠികളിൽ നിന്നുമുള്ള ആക്രമണത്തെ നേരിടാൻ വേണ്ടി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായിരുന്ന ഈ അഗോഡ കോട്ടയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ ചാർജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കിടക്കുമ്പോൾ ഈ നടപ്പാത ഉണ്ടല്ലോ, ഇതൊരു ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ലെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു വഴിയാണ്. അതിലേക്കൂടെയാണ് നമ്മൾ നടന്ന് ഈ കോട്ടയുടെ ഉള്ളിൽ വരെ എത്തുന്നത്. ഈ കോട്ടയെ നിർമ്മിച്ചിരിക്കുന്നത് ഇതേ കല്ലുകൊണ്ട് തന്നെയാണ്. നടന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. അതൊരു അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. കാരണം അത്രയ്ക്കും വെയിലാണ് കേട്ടോ. നല്ല ശുദ്ധജലമാണ്, ആർക്ക് വേണമെങ്കിലും പോയി എടുത്ത് കുടിക്കാം. 1609 ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വെറും 3 വർഷത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കോട്ടയുടെ മുകൾ ഭാഗത്താണ് ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ താഴെ ഭാഗം കപ്പലുകൾ സംരക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നു. പിന്നെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കോട്ടയായതുകൊണ്ട് തന്നെ ഈ സൈനിക ഉപകരണങ്ങളും വെടിമരുന്നും ഒക്കെ ഇവിടെ ധാരാളം സംഭരിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കോട്ടയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ പരിശോധിക്കാൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന സമയം. മെയിനായിട്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് സൂര്യാസ്തമനം കാണാനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി നമുക്ക് നേരെ കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് പോകാം. അഗോഡ എന്നാൽ ജലം എന്നാണ് അർത്ഥം. പണ്ട് കാലങ്ങളിൽ ഈ വഴി പോയിരുന്ന കപ്പലുകൾ ശുദ്ധജലം ശേഖരിച്ചിരുന്നത് ഈ കോട്ടയിൽ നിന്നായിരുന്നു അത്രേ. കോട്ടയുടെ സമീപത്തോട് ഒഴുകുന്ന ഒരു ചെറിയ അരുവിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിയിരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ശുദ്ധജലം ശേഖരിക്കുന്ന ഇവിടെ ഏകദേശം 23,76,000 ഗാലൻ വെള്ളമാണ് സംഭരിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കോട്ടയുടെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ കടലിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല വെയിലും ചൂടുമാണ്. ആ ചൂടടിച്ചപ്പോഴാണെന്ന് തോന്നുന്നു സെറയ്ക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയത്. അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ സൺസെറ്റിൻ്റെ ടൈമിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിങ്ങിന് പോകുന്ന ടൈമിൽ അവരിവിടെ കൊണ്ടുവന്നിട്ട് ഈ കോട്ടയുടെ ഒരു വ്യൂ നമ്മളെ കാണിച്ചു തരുന്നു. അവിടെ നിന്നിട്ട് അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന അഗോഡ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ അടിപൊളിയല്ലേ ഇത് കാണാൻ. അപ്പോൾ എന്തായാലും ഗോവയിൽ വരുന്നവർ ഈ അഗോഡ ഫോർട്ടിൽ വരാതെ പോവരുത്. ഒരുപാട് ചൂടും വെയിലും ഒക്കെ ആണെങ്കിലും ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കും ഇനി താഴെ ഇറങ്ങി ആ ജലസംഭരണിയുടെ ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മഴവെള്ളം സംഭരിക്കുന്ന ടാങ്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ചെറിയ വിൻഡോസ് ഉള്ള റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ടാങ്കാണിത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ഇതിലേക്ക് ഒലിച്ചിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ലോപ്പുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ടാങ്കിനുള്ളിലെ ഭാഗം 5 അറകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടിഭാഗത്തായിട്ട് ഇത്രയും ഏറെ ജലം സംഭരിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ടാങ്കാണ് ഉള്ളതെന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് ശരിക്കും ഒരു അത്ഭുതം ഉളവാക്കുന്ന രീതിയിൽ തന്നെയാണ് പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. 10 മീറ്റർ ഉയരത്തിലുള്ള റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത്. ഈ ഒരു ഫോർട്ടിൽ നിന്നും ഗോവയിലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലത്തേക്കുള്ള ദൂരം എത്രയാണെന്നുള്ള ബോർഡുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിയ വാട്ടർ ടാങ്കിനെ പറ്റിയും ഈ ലൈറ്റ് ഹൗസിനെ പറ്റിയിട്ടുള്ള ചെറിയ വിവരണങ്ങളും ഈ ഒരു ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശത്രുക്കൾക്ക് കീഴടക്കാൻ പറ്റാത്ത അഗോഡ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗോവയിലെ അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.